ബഹുമാനപ്പെട്ട ടി ഇസ്മായിൽ സാഹിബാണെന്ന് തോന്നുന്നു, പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് ഖുർആൻ ചില വാക്കുകളെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു എന്നാണ്. ഒരു നിലക്ക് ഖുർആനിൽ ആവർത്തനമില്ല എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ കാഴ്ചയിൽ മാത്രമാണ് അതിന്റെ ഒരു ആവർത്തനം, അതിന്റെ അടിസ്ഥാനത്തിൽ ആവർത്തനം ഇല്ല എന്നാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ ആവർത്തനം ഉണ്ടെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ ഈ ആവർത്തനത്തെ തന്നെ ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് പിന്നിൽ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം കൊണ്ട് തന്നെ ഞാൻ വരാം. രണ്ടാളെ നാം ഗൗരവമായി മനസ്സിലാക്കണം. ഒന്ന് ഇബ്ലീസും ഒന്ന് ദജ്ജാലും. ഒന്ന് ജിന്നുകളിലെ തമ്മാടിയാണ്, ഒന്ന് ഇൻസുകളിലെ തമ്മാടിയാണ്. രണ്ടാളുടെയും സാന്നിധ്യം ചരിത്രാതീത കാലം മുതൽ തന്നെ ഭൂമിയിലുണ്ട്. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇബ്ലീസ് ഇറങ്ങിയിട്ടുണ്ട് എന്ന ചരിത്രത്തിലുണ്ട്. ദജ്ജാൽ ഏത് കാലത്ത് ജനിച്ചു എന്നതിനൊരു വ്യക്തമായ തെളിവ് നമുക്കറിയില്ല. പക്ഷെ ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് ദജ്ജാൽ ഭൂമിയിലുണ്ട്. ദജ്ജാലിനെ കുറിച്ച് അറിയുന്നവർ ഈ ഭൂമിയിൽ ഇന്നുണ്ട്. ദജ്ജാൽ എവിടെയുണ്ടെന്ന് അറിയുന്നവരും ഉണ്ടായിരിക്കും. ദജ്ജാലിന്റെ ആളുകൾക്ക് ദജ്ജാലിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ദജ്ജാൽ ഇന്ന് ഭൂമിയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അവൻ ചെങ്ങലക്കിട്ടതായി പറയുന്നു. ജനിച്ച വർഷം മുസ്തഫ നബി പറയുന്നുമില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് ജനിച്ചോ ഒരുപക്ഷെ അതിന്റെ വേരുകൾ നൂഹ് നബിയുടെ കാലത്തേക്ക് നീണ്ടിയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ തന്നെ അവൻ ഉണ്ടായിരിക്കാം. അതിനു മുമ്പ് ഉണ്ടോ ഇല്ല അല്ലാഹു അഅലം. പക്ഷെ ദജ്ജാൽ എന്നത് അവസാന കാലത്ത് മാത്രം പരിചയപ്പെടേണ്ട ഒരാളല്ല. ദജ്ജാലിനെ കുറിച്ച് ജനങ്ങളെ താക്കീത് ചെയ്ത് പറയാത്ത ഒരു നബിയും കടന്നു പോയിട്ടില്ല. സ്വഹീഹുൽ ബുഖാരി. അപ്പൊ ദജ്ജാൽ അവസാനം വരുന്ന ഒരാൾ മാത്രമാണെങ്കിൽ എന്താ ചെയ്യേണ്ട ആവശ്യം എന്താ? ദജ്ജാൽ അവസാനം മാത്രമുള്ള ഒരാളാണെങ്കിൽ, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് അവന്റെ പ്രയാസമെങ്കിൽ, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലാണല്ലോ. ഇതെല്ലാം നബിക്കും അറിയാമല്ലോ. ദജ്ജാലിന്റെ സാന്നിധ്യം ആ നബിയുടെ കാലത്തില്ലെങ്കിൽ പിന്നെ എന്തിന് ഒരു നബി തന്റെ ജനതയെ ഇൻദാർ ചെയ്തു? ദജ്ജാൽ ഇറങ്ങുക ഇറങ്ങാതിരിക്കുക എന്നതല്ല. ദജ്ജാൽ ഇറങ്ങിയില്ലെങ്കിലും അവന്റെ സ്വാധീനം ഉണ്ടാകും. ഇറങ്ങുമ്പോൾ ഭയാനകമായ സന്ദർഭം ഉണ്ടാകും. പക്ഷെ അവൻ ഇറങ്ങിയില്ലെങ്കിലും അവന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകും. അവനും ഇബ്ലീസും തമ്മിൽ സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് രണ്ടിനും അനുയായികളുണ്ട് മനുഷ്യർക്കിടയിൽ. അവർ വിവിധങ്ങളായ ഭാഷാ നാമങ്ങളിൽ നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ദജ്ജാൽ എവിടെയുണ്ടെന്ന് ഇബ്ലീസിന് അറിയാമല്ലോ. ദജ്ജാലിനെ നേരിട്ട് കണ്ട തമീമുദ്ദാരിയെ പറ്റി പുണ്യ റസൂൽ പറഞ്ഞത് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ കൊടുക്കുന്നുണ്ട്. നിഷേധിക്കുന്നതാരാ? ആർക്കായി നിഷേധിക്കാൻ കഴിയാം? ഈ ഹദീസിനൊന്നും ഇന്ന് വരെ ഒരാൾ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. ദജ്ജാലിനെ നേരിട്ട് കണ്ട വ്യക്തി ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരും കൂട്ടുകാരും പോയിട്ട് ദജ്ജാലിനെ കണ്ട ഭാഗം പറയുന്നുണ്ട്. ആ വിഷയം വർണ്ണിക്കുന്നുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞ ഭാഗത്ത് ഇങ്ങനെയാണ്: ദജ്ജാലിനെ പറ്റി ഞാൻ പറയാനിരിക്കുമ്പോഴാണ് തമീമുദ്ദാരി വന്നത്. തമീമുദ്ദാരി ദജ്ജാലിനെ കണ്ട വിവരവും എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ കൃത്യതയാണ്. അതുകൊണ്ട് ഞാൻ തമീമുദ്ദാരി പറഞ്ഞതിൽ നിന്ന് തുടങ്ങുകയാണെന്ന് പറഞ്ഞ് പുണ്യ റസൂൽ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്ത് നിന്ന് ഇനി ഇറങ്ങാനുള്ള ആളല്ല ദജ്ജാൽ. ഭൂമിയിൽ മുത്ത റസൂലിന്റെ കാലം മുതലേ ചെങ്ങലക്കിട്ട ഒരാളാണ്. ഭൂമിയാകെ സദാസമയവും ചുറ്റുന്ന ഒരാളുണ്ട്, ഇബ്ലീസ്. അവൻ എവിടെയും ചുറ്റാൻ കഴിയും. അവന് ഒറ്റച്ചാട്ടത്തിന് ആകാശത്തെത്താൻ കഴിയുമായിരുന്നു എന്ന് സൂറത്തുൽ ജിന്നിലുണ്ട്. അവന് മാത്രമല്ല, അവന്റെ ആളുകൾ കുന്നാ ലമസ്ന സമാ, ആകാശത്തേക്ക് ഒരു ചാട്ടത്തിന് ഇബ്ലീസിന്റെ അനുയായികൾക്ക് പോലും, ഇബ്ലീസ് പോകട്ടെ, ഇബ്ലീസ് അല്ല, ഇബ്ലീസിന്റെ അനുയായികൾക്ക് പോലും ഒരു ചാട്ടത്തിന് ആകാശത്ത് സ്പർശിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഖുർആനിലുണ്ട്. പിന്നീട് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വന്നപ്പോൾ ആകാശത്ത് നിന്ന് അവരെ വിരോധിച്ചതാണ് എന്നുണ്ട്. അപ്പോൾ പിന്നെ ഭൂമിയിൽ ഒറ്റച്ചാട്ടത്തിന് ആകാശത്ത് പോയിരിക്കാൻ മലക്കുകളുടെ സംസാരം ആലമുൽ മലക്കൂത്തിൽ, ആലമുൽ മലായികത്തിൽ മലായികത്തിന്റെ സംസാരം നേരിട്ട് കേൾക്കാൻ വേണ്ടി
ഇബ്ലീസിന്റെ ചോട്ടാ അനുയായികൾ പോലും ആകാശത്ത് പോയിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഭൂമിയിൽ ഓടിക്കളിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അപ്പോൾ ഇവിടെ സദാസമയവും ഇബ്ലീസിന്റെ ഒരു വൃന്ദം, ഇബ്ലീസിന്റെ ആളുകൾ ദജ്ജാലിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദജ്ജാലിന് വായക്ക് ചങ്ങലൊക്കെ ഇട്ടിട്ടില്ല. ലഅനത്തുല്ലാഹി അലൈഹി. ദജ്ജാലിന്റെ വായ പൂട്ടിയിട്ടില്ല. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് ദജ്ജാൽ നേരിട്ട് സംസാരിച്ച കഥ പറഞ്ഞിട്ടുണ്ട്. ആര്? പുണ്യ റസൂൽ മുസ്തഫ. ദജ്ജാൽ ചിന്തിക്കുന്നവരാണ്, ശക്തനാണ്. ലഅനത്തുല്ലാഹി അലൈഹി. ലോകത്തെ എല്ലായും തിന്മയുടെയും മൂർത്തിഭാവമാണ്. ഈ തിന്മകൾ മുഴുവനും അവനിൽ നിന്ന് ഉരുണ്ടു വരുന്നതാണ്. അതിൽ ലോകത്തെ രണ്ട് ശക്തന്മാർ കൂടിച്ചേരും. ഒന്ന് ജിന്നുകളിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവനും നിസ്സാരപ്പെട്ട ആളൊന്നുമല്ല. അവന്റെ യോഗ്യത കാരണം അവനെ അസാസിൽ എന്നാ വിളിച്ചിരുന്നത്, ലഅനത്തുല്ലാഹി അലൈഹി. പിന്നീട് അവനെ അള്ളാഹു ഓടിച്ചപ്പോഴാണ് അവൻ ഇബ്ലീസ് എന്ന പേര് വന്നിട്ടുള്ളത്. എല്ലാവിധ വിജ്ഞാനവും ലഭിച്ചതിന് ശേഷവും സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു സബബാകാൻ ഇബ്ലീസിന് കുതന്ത്രം കൊണ്ട് കഴിഞ്ഞില്ലേ, ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ അവന്റെ ബുദ്ധി എത്രയാ! മനുഷ്യർക്കിടയിൽ അതിശക്തനായ ദജ്ജാലും, അതൊരു സൂപ്പർമാനാണ്. ദജ്ജാലിനെ കുറിച്ച് മനുഷ്യർ അശ്രദ്ധരാകുമ്പോൾ അവൻ പുറപ്പെടുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ദജ്ജാലിന്റെ സാന്നിധ്യം ഏത് കാലത്തുമുണ്ട്. ഈ കള്ളനും നീചനുമായ ഈ അയാഥാർത്ഥ്യത്തിന്റെയും ഈ ബാത്തിലിന്റെയും ബക്രാവിനെ പറ്റി പറയാത്ത, തന്റെ ജനതയെ പേടിപ്പിച്ചു പറയാത്ത ഒരു നബിയും ഇല്ല. അപ്പോൾ ആ നബിയുടെ കാലത്തും ദജ്ജാൽ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ? ഇറങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ, കുഴപ്പമുണ്ടാക്കിയില്ല. ഭൂമിയിൽ ഒരു സ്ഥലമുണ്ടല്ലോ, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ബർമുഡ ട്രയാങ്കിൾ. എന്താണത്? വെള്ളത്തിൽ ഇബ്ലീസിനെ പേടിക്കണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രത്യേക ഏരിയയാണ്. ഈ ഏരിയയെ പറ്റി പഠനം നടത്തിയവരെല്ലാം അത് ശൈത്താന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശൈത്താന്റെ ഏരിയയാണ്. ഏത് കാലത്തും അവന്റെ ബന്ധങ്ങൾ ഇന്നുണ്ട്. അവന്റെ ആളുകൾ നാട്ടിലാകെ ഓടി നടന്നുകൊണ്ടിരിക്കും. രക്തത്തിൽ പോലും നടക്കുമെന്ന് പറഞ്ഞാൽ രക്തത്തിൽ നടക്കുന്നു മാത്രമല്ല, രക്തത്തിൽ പോലും നടക്കുന്നു. എല്ലായിടത്തും നടക്കും ഇബ്ലീസ്. ഇബ്ലീസിന്റെ സന്തതികൾ ജിന്നിലുണ്ടായാൽ അവർ ശൈത്താനായി. ഇബ്ലീസിനെയും ദജ്ജാലിനെയും അനുധാവനം ചെയ്യുന്ന ആളുകൾ ഇൻസിലുണ്ടായാൽ അവരും ശൈത്താനായി. ഇനി ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ? അതുണ്ടാവുമല്ലോ. ഏത് നബിക്കും അല്ലാഹു തആല ശത്രുവിനെ വെച്ചിട്ടുണ്ട്. ആരാണത്? ശയാത്വിനൽ ഇൻസി വൽ ജിന്ന്. ഇൻസ് ശൈത്താന്മാരും ജിന്ന് ശൈത്താന്മാരും. ഇൻസിൽ ഏറ്റവും വലിയ ശൈത്താൻ ദജ്ജാലാണ്. പിന്നെ അവന്റെ ആളുകൾക്ക് ദജ്ജാലൂനാന്ന് പറയും. എന്നിട്ട് പറഞ്ഞെന്താ? അവർ തമ്മിൽ ദൈവവാക്യം പോലത്തെ വാക്യങ്ങൾ കൈമാറുന്നുണ്ട്. അവർ തമ്മിൽ പറയുന്നുണ്ട് എന്നല്ല. വഹീ എന്ന വാക്കാണ് അതിനു വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത്. ഈ യൂഹി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വഹീന്റെ പ്രത്യേകത എന്താ? കിട്ടുമ്പോഴത്തിന് മനഃപ്പാടമാക്കി പോകണം, കിട്ടുമ്പോഴത്തിന് എഴുതി വെക്കും. അത്രയും പ്രധാനപ്പെട്ടതാണ് വഹീ. എന്നതുപോലെ അവർ തമ്മിൽ വഹീ പോലത്തെ വാക്കുകൾ പറയുന്നുണ്ട്. ആരോട്? ജിന്ന് ശൈത്താൻ ഇൻസ് ശൈത്താനോട് പറയും. ഇൻസ് ശൈത്താൻ ജിന്ന് ശൈത്താനോട് പറയും. ബഅളുഹും ലി ബഅളിൻ. ജിന്നുണ്ടാക്കിയ പദ്ധതികൾ ഇൻസ് ആവിഷ്കരിക്കും, നടപ്പിലാക്കും. ചിലപ്പോൾ ഇൻസ് ആവിഷ്കരിച്ച പദ്ധതിക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ജിന്നിന് ഭയങ്കര, ജിന്നിന് പഠിക്കേണ്ട ആവശ്യമില്ല. ഫലസ്തീനിൽ നിന്ന് സബയിലേക്ക് 2200 കിലോമീറ്ററാണ്. അത് എണീക്കുമ്പോഴത്തിന് കൊണ്ടുവരാം എന്ന് ജിന്ന് പറഞ്ഞു. പഠിക്കേണ്ട ആവശ്യമില്ല. ജിന്നിന് ഭയങ്കര കരുത്താണ്. ഈ ചിലപ്പോൾ ഇൻസിന് വേണ്ട സഹായം ജിന്ന് ചെയ്തു കൊടുക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന കൂട്ടരെ പറഞ്ഞുതരാം. ചതിയും പറയാ, ചതിയിൽ നിന്ന് രക്ഷയും പറയാം. ശൈത്താന്റെ ചതി ഏത് കാലത്ത് നടക്കും? രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. സൂറത്തുൽ ഹിജ്റിന്റെ 29 മുതൽ 40 വരെയുള്ള ആയത്ത് പരിശോധിക്കുക. എന്താ അള്ളാഹു പറഞ്ഞത്? ഞാന് ആദമിനെ മൂസയിലിട്ട് സ്ഥിരപ്പെടുത്തുകയും ശരിപ്പെടുത്തുകയും എന്നിട്ട് മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്ന് ആദമിനെ ഞാൻ ശരിപ്പെടുത്തുകയും പിന്നീട് ആദമിന്റെ ശരീരത്തിൽ ഞാൻ പ്രത്യേകമായ റൂഹിനെ സന്നിവേശിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ സുജൂദിൽ വീഴണം എന്ന് മലക്കുകളോട് അള്ളാഹു പറഞ്ഞു.
അലൈഹിസ്സലാത്തു വസ്സലാം അവരെല്ലാവരും സുജൂദ് ചെയ്തു ഇല്ലാ ഇബ്ലീസ്. ആ കാലത്ത് മലക്കളുടെ കൂട്ടത്തിൽ തന്റെ കരുത്തുകൊണ്ടും തന്റെ കഴിവ് കൊണ്ടും വിരാജിച്ച് നടക്കാൻ അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന ഇബ്ലീസ് മാത്രം അതിന് സമ്മതിച്ചില്ല. ഇബ്ലീസ് ജിന്നായിരുന്നു. ഇബ്ലീസ് ജിന്നാണ് എന്നതിന് സൂറത്തുൽ കഹ്ഫിൽ കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി, ജിന്നിൽപ്പെട്ട ആളാണ്, ജിന്നിന്റെ തലവനാണ് എന്ന്. ജിന്നിന്റെ ശൈത്താന്മാർ അവന്റെ മക്കളാണ്. അവിടെ ഇബ്ലീസ് പറയുന്നുണ്ട്, ഇബ്ലീസ് പറയാ ഞാൻ ഈ ആദമിന്റെ മക്കളെ ഒക്കെ നശിപ്പിക്കും, ഒരു കൂട്ടരെ നശിപ്പിക്കൂല. ഇഖ്ലാസിന്റെ നിറകുടങ്ങളായ ആളുകളെ ഞാൻ ഒന്നും ചെയ്യൂല. ആഖിർ സമാനിൽ ഇഖ്ലാസ് കുറയുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? യക്സുറു ദുൽ വജ്ഹൈനി, മിക്കവാറും ആളുകൾക്ക് രണ്ട് മുഖമാണ് ഉണ്ടാവുക എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. യക്സുറു നിഫാഖു, കാപട്യം അധികരിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് മുഖം എന്ന് പറഞ്ഞാൽ ഒരു വേദിയിൽ ഒരു മുഖവും കൊണ്ട് ചെല്ലും, മറ്റൊരു വേദിയിൽ വേറൊരു മുഖവും കൊണ്ട് ചെല്ലും എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുനാഫിഖീങ്ങൾ ഒളിഞ്ഞു നടക്കും പോലെയായിരിക്കും അന്ന് മുഅ്മിനീങ്ങൾ ഒളിഞ്ഞു നടക്കുക എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിർ സമാനിൽ നിഫാഖ് വർദ്ധിക്കും, ഈമാൻ കുറയും, മുഖ്ലിസീങ്ങൾ കുറയും. ആഖിർ സമാനിൽ ഇബ്ലീസിന്റെ ആളുകൾ കൂടും. കാരണം ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഇബ്ലീസിന് കയറാതിരിക്കാൻ കഴിയുള്ളൂ. മറ്റേത് രംഗത്ത് ഇബ്ലീസ് കയറും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറന്ന് പറയും അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭയങ്കര പണിയാ. അപ്പോൾ നമ്മളെ പറ്റി ആലോചിക്കുക. ഇനി പിന്നെ ഒരാൾക്ക് ചിന്തിക്കാം, എനിക്ക് ഇഖ്ലാസ് കുറവാണല്ലോ, പിന്നെന്താ? പിന്നെ പരിഹാരം ഇഖ്ലാസ് ഉള്ളവരിൽ നിന്ന് ഇഖ്ലാസ് അവരോട് സഹവസിച്ച് ഇഖ്ലാസ് നേടണം. എത്രയോ മുനാഫിഖീങ്ങൾ പിന്നീട് മുഅ്മിനായി മാറിയിട്ടുണ്ട് റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മുനാഫിഖായി മരിച്ചിട്ടില്ല. പിന്നെ അവരും ആദ്യം മുനാഫിഖായി തുടങ്ങി, പിന്നെ മുഖ്ലിസീങ്ങളായി മോമിനീങ്ങളായി മരിച്ച എത്രയോ മോമിനീങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ പെടല്ലാതെ ഈ വിഷയത്തിൽ ഒരു പരിഹാരമില്ല. ഇബ്ലീസിന്റെയും ദജ്ജാലിന്റെയും കളി ഏത് കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. രണ്ട് വർഗാണല്ലോ, വർഗത്തിന് തിന്മയുടെ രണ്ട് നേതൃത്വം, രണ്ട് വർഗം, ഇൻസ് ജിന്ന്. ഇൻസിൽ തിന്മയുടെ നേതൃത്വം ദജ്ജാലിന്, ജിന്നിൽ തിന്മയുടെ നേതൃത്വം ഇബ്ലീസിന്. അവർ തമ്മിൽ ഭയങ്കര ലിങ്കുവാണ്. ഒരാൾ ഏറ്റവും ആദ്യം വന്നു, ഒരാൾ ഏറ്റവും അവസാനം വരുന്നു. രണ്ടാളും ഫിനിഷിംഗ് പോയിന്റിൽ യോജിക്കും. അതാണ് ഇബ്ലീസും ദജ്ജാലും. വേറെ ഒന്നുമല്ല, ഇത് രണ്ട് ലോകത്തെ തമ്മാടികളെ നേതാക്കളാണ്. ഒന്ന് ഇബ്ലീസും ഒന്ന് ദജ്ജാലും. അപ്പൊ എല്ലാ നബിമാരും രണ്ടാളെ പറ്റിയും പറഞ്ഞു. ഒന്ന് ഇബ്ലീസിനെയും പറ്റി പറഞ്ഞു, ഒന്ന് ദജ്ജാലിനെയും പറ്റി പറഞ്ഞു. അവർ രണ്ടാളെ സാന്നിധ്യം ഏത് കാലത്തുണ്ടായിരുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏതോ കാലത്ത് നമ്മൾ വിചാരിക്കും ദജ്ജാല് വരുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയാൽ മതിയായിരുന്നു. അവൻ ഇപ്പോഴും ഉണ്ട്, അവന്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്, അവന്റെ എല്ലാ കളികളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽപ്പെട്ട് മരിച്ചു പോയാൽ നമ്മളെ കഥ കഴിയും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ കളി ആദം നബിയുടെ 2000 കൊല്ലത്തിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ആദം നബിയുടെ കാലത്ത് ഇബ്ലീസ് കളിച്ചിട്ടുണ്ട്. അതൊക്കെ ലോക്കൽ കളിയാണ്. അതെന്താ? ഹാബീലിനെയും കാബീലിനെയും തമ്മിൽ പിണക്കി, എന്നിട്ട് കാബീല് ഹാബീല് എന്നവരെ കൊലപ്പെടുത്തി. ഇങ്ങനെയുള്ള ചില കളികളൊക്കെ ഇബ്ലീസ് കളിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ഇബ്ലീസ് ചെയ്തതിലേക്ക് നോക്കിയാൽ ചെറിയ കളിയാണ്. ഇബ്ലീസിന്റെ ആദ്യത്തെ കളി നടക്കുന്നത് ആദം നബിക്ക് 2000 വർഷത്തിന് ശേഷമാണെന്നാണ് പ്രധാനപക്ഷം. അപ്പോഴാണ് അല്ലാഹു ആദ്യത്തെ റസൂലിനെ നിയോഗിച്ചത്. ആദ്യത്തെ റസൂൽ ഇബ്ലീസിന്റെ ഏറ്റവും വലിയ കളിക്കെതിരെ വന്ന റസൂലാണ്. അത് സയ്യിദുനാ നൂഹാണ്. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ കളി ഷിർക്കാണ്, വതനിയത്ത്, ബിംബാരാധന. ഇബ്ലീസിന്റെ ഗൂഢതന്ത്രമാണ് 2ാം പോയിന്റ്, സിഹർ. അത് കഴിഞ്ഞിട്ടാണ് ഖത്ലുൻ നഫ്സ് പോലും പറഞ്ഞത്. സുബഹിന് മുമ്പ് ഖത്ൽ നീ നോക്കി. ഷിർക്ക് ആദ്യമായി ഉടലെടുത്തത് ഇറാഖിലാണ്. ബിംബാരാധനയെ പോലെ ഇബ്ലീസിനെ സഹായിക്കുന്ന ഘടകമില്ല. ബിംബാരാധന നശിപ്പിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കൾ വന്നത്. പക്ഷെ എന്തുണ്ടായി? എല്ലാ നബിമാരെ ജനതയെയും ഇബ്ലീസ് ബിംബാരാധനയിലേക്ക് മടക്കി. ബിംബാരാധനയേക്കാൾ വലിയൊരു സംഗതിയില്ല, വലിയൊരു തെറ്റില്ല. ഇബ്ലീസിന് ബിംബാരാധനയേക്കാൾ വലിയൊരു സഹായവുമില്ല. ആദ്യത്തെ ബിംബാരാധന ആരംഭിക്കുന്നത് ഇറാഖിലാണ്. അപ്പോഴത്തിന് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്നിട്ട് 2000 വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ ധാരാളം ആളുകൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ജനത ഒരു നിലക്കും അവര് തെറ്റിപ്പോകാൻ പാടില്ല. എത്ര വലിയ ഒരു അധപ്പതനത്തിൽ നിന്നാണ് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയത്. 14 കിലോമീറ്റർ ദൂരം ചെങ്കടൽ പിളർന്നു.
ചെങ്കടലിൽ സൂയസ് ഉൾക്കടലിന്റെ അവസാന ഭാഗത്ത് ഏകദേശം 14 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു ഭാഗത്ത് അങ്ങോട്ട് കടൽ പിളർന്നു കൊടുക്കുക ചെയ്തത്. പുറപ്പാട് അധ്യായത്തിൽ ബൈബിൾ പറയുന്നത് 16 ലക്ഷം ആളുകൾ അന്ന് മൂസാ നബിയോട് കൂടി രക്ഷപ്പെട്ടു. ഖുർആൻ അങ്ങനെ ഒരു കണക്ക് പറയുന്ന രീതിയൊന്നും ഇല്ലെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാവുന്നു. ഈ ജനതയെ കടൽ കടത്തി കൊണ്ടുവരികയാ സയ്യിദ്നാ മൂസ. അവരെ കൂടെ രക്ഷപ്പെടുത്തിയ രക്ഷകനായ മൂസ ഉണ്ട്. സത്യത്തിൽ ഭൂമി കണ്ട മൂന്നാമത്തെ മഹാനാണ് സയ്യിദ്നാ മൂസ. സൂറത്ത് അറാഫ് 137 138 വാക്കുകൾ എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മർദ്ദിത ജനവിഭാഗത്തിന് വലിയ സൗകര്യമുള്ള ഭൂമിയുടെ നാനാ ദിക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തുറന്നു കൊടുത്തു. അവരെ ചെങ്കടൽ കടത്തി അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ പിന്നെന്താ ഉണ്ടായത്? അവർ മൂസാ നബിയോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ജനതയുടെ അരികിലൂടെ കടന്നുപോയി. യഅഖുഫൂന അലാ അസ്നാമിൻ ലഹും. ആ ജനത ബിംബങ്ങൾക്ക് ആരാധിച്ചുകൊണ്ടിരുന്ന ജനതയായിരുന്നു. ആ ജനതയുടെ അരികിലൂടെ കടന്നു പോയപ്പോ അവര് പറഞ്ഞു, യാ മൂസ, ഇവർക്ക് ധാരാളം ബിംബങ്ങൾ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് നീ ഒരു ബിംബം അനുവദിച്ചു തരണം. അവരുടെ കൂടെ മൂസ ഉണ്ട്. സയ്യിദ്നാ മൂസ ആരാ? സയ്യിദ്നാ മൂസ ഒറ്റ അടിക്ക് കൊന്നുകളയും. ഒറ്റ ഇങ്ങനെ കൈവച്ചപ്പോഴത്തേനാ കൃത്യം എത്തുമായത്. ആജാതി ആളാ മൂസ. സയ്യിദ്നാ മൂസ പറയാൻ ധൈര്യപ്പെടൂല ആരും മൂസാ നബിയോട്. പക്ഷെ ആ മൂസാ നബിയോട് വരെ അവർ പറഞ്ഞു. എന്തുകൊണ്ട്? മൂസാ നബിയോടുള്ള ഭയത്തെക്കാൾ വലിയത് ബിംബത്തോടുള്ള ഹുബ്ബാണ്. ആരതുണ്ടാക്കിയത്? ഇതിന്റെ പിന്നിൽ ഇബ്ലീസാണ് ലഅനത്തുല്ലാഹി അലൈഹി. വേറെ ഒരു സംഭവം കൂടി പറയാം. തൂറിന്റെ താഴ്വാരത്തിൽ ശൈഖിനെ ഇരുത്തിപ്പോയതാ സയ്യിദ്നാ മൂസ. ഇപ്പോഴും ആ താഴ്വരക്ക് വാദി ഷെയ്ഖ് എന്ന് പറയും. കാരണം അവിടെ ഷെയ്ഖ് ഇരുന്നിട്ടുണ്ട്. മൂസാ നബിയേക്കാൾ 1 വയസ്സിനോ 3 വയസ്സിനോ മൂത്ത ഷെയ്ഖ് അത് സയ്യിദ്നാ ഹാറൂനാണ്. ഹാറൂൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പടച്ചോനെ പേടിയുള്ള ആളായിരുന്നു സയ്യിദ്നാ ഹാറൂന്. പിന്നെ പിൽക്കാലഘട്ടത്തിൽ ഹാറൂന് ശേഷം ഇസ്രായേലികളിൽ സ്വഭാവം ഉണ്ടായിരുന്നു. ആരെങ്കിലും നല്ല നടപ്പ് നടന്നാൽ അവനെ അഹു ഹാറൂൻ എന്ന് പറയും. ആരെങ്കിലും നല്ല നടപ്പ് ഒരു പെണ്ണ് നടന്നാൽ ഉഖ്തു ഹാറൂൻ എന്ന് പറയും. അതുകൊണ്ടാണ് യാ ഉഖ്തു ഹാറൂൻ എന്ന് മറിയം ബീവിയെ വിളിച്ചത്. അല്ലാതെ മറിയം ബീവിക്ക് ഒരു ആങ്ങള ഇല്ല. ഹാറൂൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലി സമൂഹത്തിൽ ഭയങ്കര ഭക്തനായിരുന്നു. അത്ര വലിയ ഭക്തനായ സയ്യിദ്നാ ഹാറൂൻ തൂറിന്റെ താഴ്വരയിലെ നോക്കി ഇരിക്കുന്ന സമയത്താണ് അവരെന്ത് ചെയ്തത്? അവരെ കൂട്ടത്തിൽ ഒരു ശില്പിയായ ആളുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? നിങ്ങൾ സ്വർണം തന്നാൽ ഞങ്ങൾക്ക് പടച്ചോനുണ്ടാക്കി തരാറ്. സയ്യിദ്നാ മൂസ തൗറാത്ത് വാങ്ങാൻ വേണ്ടി മലയെ പോയ ഒരഭിപ്രായം 10 ദിവസം. ആ 10 ദിവസം കൊണ്ട് അവർ പൂജ്യം തീർത്തു. എന്തുകൊണ്ട്? ബിംബാരാധനയോടുള്ള താല്പര്യം. ബിംബാരാധന എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. ശിർക്ക് എന്നാൽ അത് ഒരിക്കലും നിസ്സാരപ്പെടുത്തുന്ന വിഷയവുമല്ല. ഇബ്ലീസിനും മനുഷ്യനിൽ കയറി വരാനുള്ള മേൽപ്പാലും ശിർക്കാവുന്നു. ഇതിന് ഏത് കാലത്തും സഹായിച്ച ഒരു രണ്ടാമത്തെ സാധനമാണ് ഈ ജനതയെ പിന്നെ നശിപ്പിച്ചത്, ശിർക്കിലെത്തിച്ചത് സിഹ്റാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ശിർക്കുള്ള ജനതയിലൊക്കെ സിഹ്റുണ്ടാവും. ആരിൽ ശിർക്കുണ്ടോ സിഹ്റുണ്ടാവും. ഉദാഹരണം പറയാം. ബാബിലോണിയ ഷിർക്കിന്റെ കേന്ദ്രമാണ്. സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കൊല്ലം പിടിക്കാൻ എന്താ കാരണം? ബാബിലോണിയക്കാർ നമ്രൂദിനോട് പോയി പറഞ്ഞു, ഖാലു ഹദ്ദിഖൂ, നമ്രൂദേ ഇവരെ ചുട്ടുകൊന്നോ, വൻസുറു ആലിഹതക്കും, ബിംബങ്ങളെ രക്ഷപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുക. ഇവരെ കൊന്നാലേ ബിംബത്തിനെ സഹായിക്കാൻ കഴിയൂ. ബാബിലോണിയ ഏറ്റവും വലിയ സിഹ്റിന്റെ കേന്ദ്രമായിരുന്നു. ബാബിലോണിയയിൽ സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പേ ഒരു സംസ്കാരമുണ്ട്. ലോകം അടക്കി ഭരിച്ചവൻ എന്ന് പറയുന്ന മൽഊനായ നമ്രൂദ്, അതായത് പരിഷ്കൃത ജനതയിലൊക്കെ അവന്റെ ഒരു അധികാര സ്വാധീനം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. മൽഊനായ നമ്രൂദ്. സാബി മതക്കാർ എന്നൊരു മതക്കാരുണ്ടായിരുന്നു. അടിസ്ഥാനപരമായി സാബികൾ മുസ്ലിമീങ്ങളായിരുന്നു. സയ്യിദ്നാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവർക്ക് സാബികൾ എന്ന് പറഞ്ഞ് വസ്വാബിഈന എന്ന് പറയുന്നുണ്ടല്ലോ. ഈ സ്വാബികൾ പിന്നീട് ബിംബാരാധനയിലേക്ക് മാറിയിട്ടുണ്ട്. കൂഫയിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയുടെ വെള്ളം പ്രളയം പൊട്ടിയ അടുപ്പ്. അവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ പോയാൽ ബാബിലോണിയാണ്. കൂഫക്ക് ഇപ്പോൾ നജഫ് ഷരീഫ് എന്ന് പറയും. ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്നത് ഷിയാക്കളാണ്. മഹാനായ സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ മഖബറ അവിടെയാണ്. അവിടുന്ന് ഒരു 30 കിലോമീറ്റർ പോയാൽ ബാബിലോണിയിലെത്തും. ബാബിലോണിയയിൽ നിന്ന് കെർബലയിലേക്ക് 3 കിലോമീറ്റർ ആണ്.
ബാബിലോണിയയിലുണ്ട് സഅദ് സഈദിന്റെ ഖബർ. ഏത് സഅദ് സഈദ്? മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിറിന്റെ വീട്ടിൽ ഖന്തഖിന്റെ കിടങ്ങ് കയറിയ ദിവസം സദ്യക്ക് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഒരാള് ആടിനറുത്തതുപോലെ കളിച്ചിട്ട് ഒരു കുട്ടിയെ കൊന്ന് മറ്റേ കുട്ടിയെ മരിച്ച്, ഇങ്ങനെ 2 കുട്ടികൾ മരിച്ചത് ജാബിർ റളിയല്ലാഹുവിന്റെ ഭാര്യ അകത്ത് റൂമിൽ അത് പുതച്ച് കിടത്തി. പിന്നെ റസൂലുള്ളാഹി വന്ന് സഅദും സഈദും എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഉറങ്ങാണെന്ന് പുണ്യ റസൂലിനോട് ജാബിർ മറുപടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സഅദേ സഈദേ എന്ന് റസൂലുള്ളാഹി ഉറക്കെ വിളിച്ചു. അപ്പോൾ പുറത്തു നീക്കിയിട്ട് മരിച്ച കുട്ടികൾ ഓടി വരുന്നുണ്ട്. ഈ കുട്ടികളുടെ ഖബർ ബാബിലോണിയയിലാണ്. അവിടെയാണ് ഹാറൂത്ത് മാറൂത്തിനെ കെട്ടിത്തൂക്കിയ മരം ബാബിലോണിയയിലാണ്. ഇറാഖ് ഷിർക്കിന്റെ ജനതയെ പ്രധാനപ്പെട്ട 5 ദൈവങ്ങൾക്ക് അവർ ആരാധിച്ചിരുന്നു. ആ ആരാധനാ മൂർത്തികളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന സയ്യിദ്ന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ ചെവി കൊണ്ടില്ല. അത് കാരണം അവർക്ക് പ്രളയം ഉണ്ടായി. ആ പ്രളയത്തിൽ മുഅ്മിനീങ്ങൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ആ മുഅ്മിനീങ്ങളുടെ പിന്നീടുള്ള വർഗങ്ങളാണ് ഇവർ. പക്ഷെ ആ മുഅ്മിൻ കാലാന്തരത്തിൽ വീണ്ടും ഷിർക്കിന്റെ ആളായി. നൂഹ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഇടയിൽ 1300 ചില്ലാനം കൊല്ലമാണ് പ്രധാനപ്പെട്ട പക്ഷം. അപ്പോഴത്തിന് ഇവർക്ക് ശിർക്ക് കൊണ്ട് നശിപ്പിക്കപ്പെട്ട ജനതയുടെ പരിസരത്ത് ഭയങ്കര ദേവീ ദേവക്ഷേത്രങ്ങൾ ആരുണ്ടാക്കി? അക്കാലത്തെ മനുഷ്യർ, സാബികൾ മാറി. ഏത് ജനത, അത് നബിമാരുടെ ജനതയാണെങ്കിൽ പോലും ആ ജനതയെ തെറ്റിക്കാൻ വേണ്ടി ബിംബങ്ങളെയും ബിംബത്തിന്റെ സങ്കല്പങ്ങളെയും കൊടുക്കുക എന്നത് ഏത് കാലഘട്ടത്തിലും ഇബ്ലീസിന്റെ ആളുകളും ചെയ്തിട്ടുള്ള ഒരു ദുഷ്ടവിദ്യയാണ്. അത് ആ നാട്ടിലാകെ പ്രചരിച്ചു. പിന്നീട് വന്ന ആളുകളിലും ഷിർക്ക് പ്രചരിച്ചു. ഷിർക്കിന്റെ കേന്ദ്രങ്ങളായിരുന്നു ഒന്ന് ബാബിലോണിയ, ഒന്ന് പുരാതന ഈജിപ്ത്, ഒന്ന് ഗ്രീസ്, സിന്ധ് നദീ സംസ്കാരം. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഷിർക്ക് ജനങ്ങളിൽ വല്ലാതെ പ്രചരിച്ചിരുന്നു. ആ ഷിർക്കിനെ തച്ചൊടക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽ ആയിരക്കണക്കായ നബിമാരെ അള്ളാഹു നൽകിയത്. ഭാഗത്തും ഷിർക്കിനെ തച്ചൊടക്കാനും ബിംബങ്ങളെ ഇല്ലാതാക്കാനും ബിംബാരാധനയെ തകർക്കാനും വേണ്ടി അവർ പണിയെടുത്തുകൊണ്ടേയിരുന്നു. ഈ ഷിർക്കിന്റെ ബിംബാരാധനയുടെ സമൂഹത്തിന് പിന്നീട് ഏറ്റവും വലിയൊരു ആക്സസ് കിട്ടുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ്ന സുലൈമാൻ മരിക്കുമ്പോഴാണ്. സുലൈമാൻ നബി മരിച്ചിട്ടും മരിച്ചതായി കാണിച്ചില്ല എന്നാണ് ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. എന്തുകൊണ്ട്? ഒരു കൊല്ലെങ്കിലും ഷിർക്ക് തടയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? സയ്യിദ്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന കാലഘട്ടത്തിൽ ബാബിലോണിയ, ഈജിപ്ത്, കനാൻ ദേശം, ഇവിടെ എല്ലാം ഷിർക്കും ഷിർക്കിന്റെ അനുബന്ധമായിട്ട് സിഹറും. ഷിർക്ക് ദേവീ ദേവന്മാർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കും. അതിന് പകരമായി ദേവീ ദേവന്മാര് മനുഷ്യരിലെ ക്ഷുദ്രന്മാരെ ഉപയോഗപ്പെടുത്തി ആഭിചാര വിദ്യകൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. ഷിർക്കുണ്ടോ സിഹറുണ്ടോ? എവിടെ ഷിർക്കുണ്ടോ, എവിടെ ബിംബാരാധനയുണ്ടോ അവിടെ സിഹർ ഉണ്ടായിരിക്കും. ഷിർക്ക് ഇല്ലെങ്കിൽ സിഹർ നിലനിൽക്കില്ല, സിഹർ ഇല്ലെങ്കിൽ ഷിർക്ക് നിലനിൽക്കില്ല. അത് ലോകത്ത് മനുഷ്യനെ ചതിക്കാൻ വേണ്ടി ഇബ്ലീസും ദജ്ജാലിന്റെ ആളുകളും അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയുള്ള 2 പരിപാടികളാണ്. ഒന്ന് ഷിർക്കും ഒന്ന് സിഹറും. അത് കൂടെ മുത്തു മുഹമ്മദ് മുസ്തഫ സബഉൽ മുബിഖാത്ത് വിശദീകരിച്ചപ്പോഴും അങ്ങനെ തന്നെയാ തുടങ്ങിയത്. ഖത്ലുൻ നഫ്സ് 3-മതാ. സത്യത്തിൽ ഖത്ൽ ചെറുതല്ല. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ഒരാളെ കൊന്നാൽ ഭൂഗോളത്തെ മൊത്തം മനുഷ്യരെ കൊന്നതുപോലെയാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് ആ ഖത്ലിനേക്കാൾ വലിയതാക്കി എന്തിനെ? സിഹറിനെയും ഷിർക്കിനെയും. ഷിർക്കും സിഹറും സഹോദരന്മാരാണ്. അതില്ലാത്തൊരു ജനതയിൽ പിശാചിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്ന കാലഘട്ടത്തിൽ അക്കാലത്ത് മെസോപ്പൊട്ടോമിയയിലും പിന്നെ കനാൻ ദേശത്തും ഈജിപ്തിലും ലോകത്തിന്റെ നാനാഭാഗത്തും ആകെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ സിഹറിന്റെ ഗ്രന്ഥങ്ങളായിരുന്നു. ആ സിഹറിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് സംഘടിപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ്ന സുലൈമാൻ. അത് ബഹുമാനപ്പെട്ടവര് ജെറൂസലേമിൽ തന്റെ കൊട്ടാരത്തിന്റെ താഴെ കുഴിച്ചിട്ടു എന്നാണ് പ്രധാന പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് ജൂതന്മാര് അള്ളാഹുവിന്റെ റസൂൽ നേരിലേക്ക് ക്ഷണിച്ചു. റസൂലുള്ളാഹിന്റെ കൂടെ ഒരു കിതാബ് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കിതാബ് അവരുടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. വത്തബഉ. എന്നിട്ട് അവർ പിന്തുടർന്നത് മാ തത്ലു ശയാത്തീൻ, പിശാച് അവർക്ക് ഓതിക്കൊടുത്ത കാര്യങ്ങളുടെ മേലാണ്. അതായത് മനുഷ്യർ വിശുദ്ധ വേദ ഗ്രന്ഥങ്ങൾ ഓടുന്നത് പോലെ സിഹിറിന്റെ ഗ്രന്ഥങ്ങൾ ഓടുക എന്ന ശൈലി ഇസ്രായേലിനിടയിൽ വ്യാപിച്ചു. അതിന്റെ ഏറ്റവും വലിയ പ്രചാരകർ ഏത് കാലഘട്ടത്തിലും ജൂതന്മാരായിരുന്നു.
അതുകൊണ്ടാണ് ന്യൂനപക്ഷമായ ജൂതന്മാർ ഭൂമിയിൽ പിടിച്ചു നിൽക്കുന്നത്. അവരെ തറ പറ്റിക്കണമെങ്കിൽ ഖുർആൻ കൊണ്ട് കായ്മായ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കിതാബ് നിഷ്പ്രഭവും, അവരെ കിതാബ് സിഹ്റിന്റെ ഗ്രന്ഥങ്ങളാണ്. അവർ പിന്തുടർന്നു. പിശാച് ഓതിക്കൊടുത്ത കാര്യങ്ങളെ അവർ പിന്തുടർന്നു. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണത്തിന് ശേഷം അവര് ബഹുമാനപ്പെട്ട മുഖദ്ദസ് പള്ളിയെ തകർക്കുകയും സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സിംഹാസനം നിന്നിരുന്ന ഭാഗം അവർ കുഴിച്ചു പരിശോധിച്ചു. അത് ധാരാളം ഗ്രന്ഥങ്ങൾ കിട്ടിയെന്നാണ് ചരിത്രം. ഞാൻ പറഞ്ഞാൽ പിന്നെ അത് വിഷയാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ കേവി സ്ഥാനത്തിന് തിരിക്കാം. തങ്ങൾ പിന്തുടരേണ്ടതായിരുന്ന വേദഗ്രന്ഥങ്ങളെ പുറന്തള്ളുക മാത്രമല്ല, ഒരിക്കലും പിന്തുടരാൻ പാടില്ലാത്ത ആഭിചാര വൃത്തിയെയും മാരണസൂത്രത്തെയും യഹൂദികൾ പിന്തുടരുകയും ചെയ്തു. സുലൈമാൻ നബി വലിയ മാരണസൂത്രജ്ഞാനിയായിരുന്നുവെന്നും അദ്ദേഹം മാരണം ചെയ്തുകൊണ്ടായിരുന്നു മനുഷ്യരും ജിന്നുകളും പക്ഷികളും മറ്റും പിശാചിന് കീഴടങ്ങിയിരുന്നും മറ്റുമുള്ള ചില കഥകൾ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുകൾ പ്രചരിപ്പിച്ചിരുന്നു. ഈ കള്ളക്കഥകൾ യഹൂദികൾ വിശ്വസിക്കുകയും അങ്ങനെ അവർ മാരണം പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തു വന്നു. ശ്രദ്ധിക്കുക, ഈ വ്യാജോക്തികളെല്ലാം ആളുകൾ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുകയും ജിന്നുകൾ അദൃശ്യജ്ഞാനങ്ങൾ അറിയുമെന്നും പിശാചുക്കൾ വാനലോകത്ത് കയറിപ്പോവുകയും അവിടങ്ങളിലേക്ക് മലക്കളുടെ സംസാരം ശ്രമിക്കുകയും ചെയ്യും. ഭൂമിയിൽ നടക്കാൻ പോകുന്ന മരണം, മഴ, മറ്റു കാര്യങ്ങൾ തുടവ ഇപ്രകാരം കേൾക്കുമായിരുന്നു. എന്നിട്ട് അത് ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. ഈ വ്യാജോക്തികളെല്ലാം ആളുകൾ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയും ജിന്നുകൾ അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന് ഇസ്രായേലിൽ പ്രസിദ്ധമായി തീരുകയും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം ആളുകളെ നിയോഗിച്ച് അത്തരം ഗ്രന്ഥങ്ങൾ മുഴുവനും ശേഖരിക്കുകയും അവ പെട്ടിയിലാക്കി തന്റെ സിംഹാസനത്തിന് ചുവട്ടിൽ കുഴിച്ചു മൂടുകയും ചെയ്തു. പിശാചുക്കൾക്കാകട്ടെ സുലൈമാൻ നബിയുടെ സിംഹാസനത്തിലേക്ക് അടുക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതിനെ സമീപിച്ചാൽ അവർ കരിഞ്ഞ് ഭസ്മമായി പോകും. മാത്രമല്ല, പിശാചുക്കൾ അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന് ആരെങ്കിലും പറയുന്നതായി കേട്ടാൽ ഞാൻ അവനെ ഗളച്ഛേദം ചെയ്യുമെന്ന് സയ്യിദ് സുലൈമാൻ അലൈഹി സ്വലാം വിളംബരം ചെയ്തു. അങ്ങനെ സുലൈമാൻ നബി വഫാത്താവുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ പോയി കഴിയുകയും ചെയ്തപ്പോൾ, ശ്രദ്ധിക്കുക, പിശാച് വേഷപ്രച്ഛന്നനായി മനുഷ്യരൂപത്തിൽ ഏതാനും ഇസ്രായേലിനെ സമീപിച്ച് ചോദിച്ചു, ഒരു കാലത്തും തീർന്നു പോകാത്ത ഒരു നിക്ഷേപം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അതെ എന്നവർ പറഞ്ഞപ്പോൾ സുലൈമാൻ നബിയുടെ സിംഹാസനത്തിന് ചുവട്ടിൽ കിളക്കാൻ പിശാച് അവർക്ക് ഉപദേശിച്ചു. അങ്ങനെ അവർ ആ ഗ്രന്ഥങ്ങളൊക്കെ കണ്ടെടുത്തപ്പോൾ പിശാച് പറഞ്ഞു, സുലൈമാൻ നബി മനുഷ്യരെയും പിശാചുക്കളെയും പക്ഷികളെയും ഒക്കെ അടക്കി ഭരിച്ചിരുത് ഈ സിഹർ കൊണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞ് അവൻ അപ്രത്യക്ഷനായി. ഇതോടെ സുലൈമാൻ നബി ആഭിചാരനായിരുന്നു എന്ന് ജനമധ്യ പ്രചരിച്ചു. ഇസ്രായേലികൾ ആ ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവ കൊണ്ട് അവർ നബിയോട് കുതർക്കങ്ങൾ നടത്തി. AD 7-ാം നൂറ്റാണ്ടിലാണ് മുസ്തഫ നബി വരുന്നത്. BC 923 സയ്യിദുനാ സുലൈമാൻ വഫാത്താവുന്നത്. അപ്പോൾ ചുരുങ്ങിയത് അക്കാലത്തെ ജൂതന്മാരും സുലൈമാൻ നബിയും തമ്മിൽ 1600-ലേറെ കൊല്ലത്തിന്റെ വ്യത്യാസമുണ്ട്. എന്നിട്ട് അവർ നബിയോട് തർക്കിക്കാൻ വന്നത് സിഹറിന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ടാണ്. അത് ഇന്നും അവരെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് ജൂതന്മാര് ലോകത്തെ അടക്കി ഭരിക്കുന്നത്? സൂര്യാരാധകരുടെ സ്വന്തം നാട് എന്നാണ് ഇന്ന് ഇസ്രായേലിന്റെ പേര്. അതായത് സൂര്യാരാധകരുടെ വിശുദ്ധ ഭൂമി. ഇതാണ് ഇന്നത്തെ ഇസ്രായേൽ. അതെങ്ങനെ സൂര്യാരാധന അവരിൽ വരുന്നു? പിശാച് യഹൂദികളെ പഠിപ്പിച്ചു. സുലൈമാൻ ലോകം അടക്കി ഭരിക്കാനും സമ്പത്ത് കൂടാനും കാരണം സിഹറാണ്. അതിന്റെ ഗ്രന്ഥങ്ങൾ കണ്ടെടുത്തു കൊടുത്തു. അന്ന് പിശാച് ഓതിക്കൊടുത്തതും കൊണ്ട് അവർ നബിയുടെ അരികിൽ തർക്കിക്കാൻ വന്നു. അപ്പോൾ 1600 കൊല്ലം മുമ്പ് അവർ കണ്ടെടുത്തതും കൊണ്ട് വന്നു. അത്ര ദൂരമൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 1400 കൊല്ലമായിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് കഴിയില്ലല്ലോ. കാരണം ലോകത്തെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷം ഇസ്രായേലികളാണ്. എന്താ കാരണം അവരൊരു വേറിട്ട ജനതയാണെന്നാണ് അവരുടെ വിശ്വാസം. ലോകത്ത് ഏത് മതത്തിലേക്ക് ഒരാൾക്ക് കൺവെർട്ട് ആകാം, ജൂത മതത്തിലേക്ക് പറ്റൂല. ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ട് ആകാം, ക്രിസ്തു മതത്തിലേക്ക് കൺവെർട്ട് ആകാം, ഹിന്ദു മതത്തിലേക്ക് കൺവെർട്ട് ആവാം, ജൂത മതത്തിലേക്ക് കൺവെർട്ട് ആകാൻ പറ്റൂല. ജൂത പെണ്ണിന്റെ ലൈംഗികാവയവമാണ് ജൂതമതത്തിന്റെ പ്രവേശന കവാടം. അതിന് പുറത്തു ചാടിയ കുട്ടി ജൂതനാണ്. ഒരു പടച്ചവന്റെ മക്കളാണ് എന്നവർ വാദിക്കുന്നു. ലോകത്തെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷം എന്നും ജൂതന്മാരാണ്. ഈ ചെറിയ ന്യൂനപക്ഷം എങ്ങനെ ലോകം അടക്കി ഭരിച്ചു ഏത് കാലത്തും? എന്നാലോ ആൺകുട്ടികൾ വന്നപ്പോൾ അവർ തളർന്നിട്ടുണ്ട്. ചരിത്രത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അവർ തളർന്നല്ലോ.
അവരും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ അവിശുദ്ധമായ ഒരു സങ്കര കൂട്ടുകെട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകെട്ടിനെയാണ് സയ്യിദ് സ്വലാഹുദ്ദീൻ നശിപ്പിച്ചത്. അള്ളാഹു അവിടത്തേക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹു ഫിർദൗസിന്റെ വാതിൽ അവർക്ക് തുറന്നു കൊടുക്കും. ജൂതന്മാരെ അതേപോലെ ശിർക്കിന്റെയും സിഹറിന്റെയും വക്താക്കളായവരാണ് ക്രിസ്ത്യാനികളും. ക്രിസ്തുമതം എന്നൊരു സാധനം ഇന്ന് ഇല്ല എന്ന് പറയാം. ഇന്നത്തെ മതം കോൺസ്റ്റാന്റിയൻ മതമാണ്. AD 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റോമ ഭരിച്ചിരുന്ന രാജാവായിരുന്നു കോൺസ്റ്റാന്റിയൻ. അയാളുടെ അമ്മയാണ് ഹെലാന. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച ഏതൊരു പ്രസംഗത്തിൽ പറഞ്ഞോന്ന് തോന്നി, ലോകത്താദ്യമായി കുരിശ് സ്ഥാപിച്ചത് ഹെലാനയാണ്. AD 324. അതായത് സയ്യിദ്നാ ഈസാ അലൈഹിസ്സലാം ഉയർത്തപ്പെട്ടിട്ട് 3.25 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് കുരിശ് ആദ്യമായി വരുന്നത്. ഈ കുരിശിനെ പറ്റി പറയാം. ഏത് കാലത്തും ശിർക്കിന്റെ അടയാളമായ സാധനമാണ് കുരിശ്. നമ്മൾ ഗണപതി, ശിവന്, ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ വിചാരിക്കും അതൊരു പൗരാണിക ശിർക്കായിരിക്കും. കുരിശ് ഇപ്പൊ അടുത്ത് തുടങ്ങിയതാണ്. ആദിമ ശിർക്കിന്റെ രൂപമാണ് കുരിശ്. എന്ത് പിലാത്തോസ് കുരിശ് തന്നെ തറച്ച് കൊല്ലാൻ കൽപ്പിച്ചത്? അതായത് ജൂതമതത്തിന്റെ പൊള്ളത്തരങ്ങൾ പറഞ്ഞ ആളാണ് സയ്യിദ്നാ ഈസ. അപ്പോൾ ജൂതന്മാർ ഈസാ നബിയെ കൊല്ലാൻ തീരുമാനിച്ചു. അവർ കൊല്ലാൻ തീരുമാനിച്ച അവരുടെ വിശുദ്ധായുധത്തിൽ വെച്ചാണ്. അവരുടെ വിശുദ്ധായുധമാണ് എന്ത്? കുരിശ്. പ്രകൃതി ദൈവങ്ങളെ ആരാധിച്ചിരുന്ന റോമക്കാരുടെ ദൈവമാണ് മിത്രദേവൻ. മിത്രദേവന്റെ ചിഹ്നമായിരുന്നു കുരിശ്. ആ കുരിശിനെ ക്രിസ്തുമതത്തിലേക്ക് കയറ്റി. സൂര്യദേവനെ അങ്ങനെ തന്നെ പകർത്തിയതാണ്. സൂര്യദേവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് പാപങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി വധിക്കപ്പെട്ടു എന്നാണ് ബാബിലോണിയക്കാരുടെ വിശ്വാസം. അത് അങ്ങനെ തന്നെ പകർത്തി ക്രിസ്ത്യാനികൾ. അല്ലെങ്കിൽ സൂര്യനും ഇവരും തമ്മിൽ എങ്ങനെയാ വന്നത്? ഞായറാഴ്ച എന്ന സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ആരാധനക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനീ ഇസ്രായേലികൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ദിവസം ശനിയാഴ്ചയാണ്. അല്ലെങ്കിലും എന്തിനാണ് കൂട്ടരെ ക്രിസ്തുമസിന് സ്റ്റാർ തൂക്കണത്? സ്റ്റാറും ക്രിസ്തുദേവനും എന്ത് ബന്ധം? സൂര്യാരാധനയുടെ ഭാഗം. സൂര്യാരാധന എന്ന ശിർക്ക് അങ്ങനെ തന്നെ ശൈത്താന്റെ ചതിയിൽപ്പെട്ടിട്ട് ക്രിസ്ത്യാനികൾ കുടുങ്ങി. ത്രിമൂർത്തി, പിതാവ്, പുത്രൻ, ഇതെങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് വന്നു? ത്രിമൂർത്തികളില്ലാത്ത ഒരു ശിർക്കും കഴിഞ്ഞു വിട്ടില്ല. എല്ലാ ശിർക്കിലും ഉണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഏത് ശിർക്കിന്റെ ആധാരം ത്രിമൂർത്തികളാണ്. ഓരോ കാലത്തെ ഫിർഔന്റെയും വടിമേലുള്ളത് ഒറ്റക്കണ്ണാണ്. അതെങ്ങനെ ഫിർഔൻ കിട്ടി? ശിവന്റെ പ്രധാനപ്പെട്ട അടയാളം ഒറ്റക്കണ്ണ. നെറ്റിലൊരു കണ്ണുണ്ട്. ഈ കണ്ണിനെ പറ്റി എന്താ ഹൈന്ദവ വിശ്വാസം? ഇതാണ് തൃക്കണ്ണ് എന്ന് പറയുന്നത്. തൃക്കണ്ണ് തുറന്നാൽ ലോകാവസാനം, ഒറ്റക്കണ്ണ് തുറന്നാൽ ലോകാവസാനം. ഒറ്റക്കണ്ണ് അതൊരു സൂചനയാണ്. ഒറ്റക്കണ്ണ് ആരാ? നീ ഫിർഔന്റെ മ്യൂസിയത്തിൽ പോ, 2 ഡോളർ കൊടുത്താൽ മതി. ഇവന്റെ മ്യൂസിയം അരിച്ചു പെറുക്കിയിട്ടുണ്ട്. അതിൽ മുഴുവനുള്ള പ്രതീകം ഈ ഒറ്റക്കണ്ണാണ്. പുരാതന ഈജിപ്തുകാർക്ക് ഒറ്റക്കണ്ണിനെ പറ്റി ധാരണയുണ്ട്. സൈന്ധവ നാഗരികതയിൽ ഒറ്റക്കണ്ണിനെ പറ്റി ധാരണയുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ ഒറ്റക്കണ്ണിനെ പറ്റി ധാരണയുണ്ട്. എന്നല്ല, ജൂത ക്രൈസ്തവ സങ്കര സമൂഹം അടുത്ത കാലത്ത് പുറത്തിറങ്ങുന്ന ഏകദേശ കലാരൂപങ്ങളിലെല്ലാം ഈസാ നബിയുടെ പിലാത്തോസിന്റെ പട്ടാളക്കാര് ഈസാ നബിയുടെ വലത്തെ കണ്ണ് അടിച്ചു പൊട്ടിച്ചു എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു സംഗതി. പഴയ കാലത്ത് ഈസാ നബിക്ക് 2 കണ്ണുണ്ട്. എന്തുകൊണ്ട്? അതായത് അവൻ വരിക, ഞാൻ മിശിഹയാണ് എന്ന് വാദിച്ചുകൊണ്ട്, ഞാൻ ഈസയാണ് എന്ന് വാദിച്ചുകൊണ്ട് അപ്പുറത്ത് വരിക. ദജ്ജാലിന്റെ ആളുകൾ പുതിയ കലാരൂപങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒറ്റക്കണ്ണ് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇവൻ പുറത്തിറങ്ങി വരുമ്പോൾ ഇതാണ് ഒറിജിനൽ എന്ന് കാണിക്കണം. ആധുനിക ലോകം മുഴുവനും ചതിയാണ്. ക്രിസ്ത്യാനിറ്റി ചതിയിലകപ്പെട്ടിരിക്കുന്നു. ജൂദായിസം ചതിയിലകപ്പെട്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തെ കാര്യമായി അവർ ചതിച്ചിരിക്കുന്നു. പല രംഗത്തും ചതിച്ചിട്ടുണ്ട്. ഈ ശിർക്കിന്റെയും സിഹറിന്റെയും
സങ്കര സൊസൈറ്റിയായി വളരെ കുറഞ്ഞ കാലം കൊണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും മാറി. അതുകൊണ്ടാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനെ പറ്റിയും പരിശുദ്ധ ഖുർആൻ ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവർ തമ്മിൽ സഹായിക്കും എന്ന് പറയുന്നത്. ഒരിക്കലും അവർ സഹായിക്കാൻ പാടില്ലല്ലോ, പക്ഷെ അവർ സഹായിച്ചു. കാരണം സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ ഏറ്റവും ശല്യം ഉണ്ടാക്കുന്നത് ജൂതന്മാരെ. അത് ഖിയാമത്ത് നാൾ വരെ ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് ജൂത ക്രൈസ്തവ സമൂഹം ഭയങ്കര സങ്കലനം. എല്ലാം അമേരിക്ക ജൂതരാഷ്ട്ര, അപ്പോൾ തന്നെ ക്രൈസ്തവ രാഷ്ട്ര. ബ്രിട്ടൻ രണ്ടുകൂട്ടർക്കും അധികാരമുള്ള രാഷ്ട്ര. ഇസ്രായേൽ രണ്ടുകൂട്ടരും സഹായിക്കുന്ന രാഷ്ട്ര. രണ്ട് ത്രികോണം. ഇതാണ് ഇസ്രായേൽ പതാകയുടെ ചിഹ്നം. ത്രികോണം, ത്രിമൂർത്തി. അത് ഡോളറിലെത്തിയപ്പോ ത്രികോണം ഉണ്ട്. ത്രികോണത്തിന്റെ മുകളിൽ ഒരു ഒറ്റക്കണ്ണുണ്ട്, ഒരു പ്രകാശ വലയത്തിന്റെ ഒറ്റക്കണ്ണ്. ഒറ്റക്കണ്ണ് ഞാൻ പറഞ്ഞു ഫിറഔന്റെ അവിടെ ഉണ്ട്, സിന്ധിലുണ്ട്. ത്രികോണം സാബികളിലുണ്ട്, ഗ്രീക്ക് ദേവന്മാരിലുണ്ട്, ബാബിലോണിയൻ ദേവന്മാരുണ്ട്, ത്രിമൂർത്തികൾ. ഇസ്രായേലി പതാകയുടെ പുറത്ത് രണ്ട് ത്രികോണ, ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴേക്ക്. എന്താ ഇതിന്റെ വ്യാഖ്യാനം? അവരുടെ പണ്ഡിതന്മാർ അതിന് നൽകുന്ന വ്യാഖ്യാനം, മുകളിലേക്കുള്ള ത്രികോണം ഉദ്ധരിച്ചു നിൽക്കുന്ന പുരുഷ ലിംഗത്തിന്റെ അടയാളമാണ്. താഴേക്കുള്ള ത്രികോണം യുവതിയായ ഒരു പെണ്ണിന്റെ ലൈംഗികാവയവത്തിന്റെ പ്രതീകമാണ്. ലോകത്ത് ബ്ലൂ ഫിലിമിന് വേണ്ടി ഒരു രാജ്യമുള്ളത് ഇസ്രായേലാണ്. സെക്സ് ആണ് ഇതിന്റെ അടിസ്ഥാനം. ഫ്രീ സെക്സ്, എവിടെയും സെക്സ്, നട്ടപ്പാതിരക്കും പച്ചപ്പകലും എവിടെയും സെക്സ് വന്നാലേ ഇവരെ രാജാവ് ഇറങ്ങി വരും. മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഉസ്മാനിയ ഖിലാഫത്ത് തകർത്തതാരാ? ഇവർ. ഇന്നെങ്ങാനും ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടായിരുന്നെങ്കിൽ തോട്ടാൻ പറ്റൂല. എന്തിനാ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്? ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കാൻ വേണ്ടി. എന്തിനാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്? ലോക ശ്രദ്ധ ബ്രിട്ടനിലേക്കും അമേരിക്കയിലേക്കും തിരിക്കാൻ വേണ്ടി. അതിന് മുസ്ലിം രാജ്യങ്ങളിൽ കഴിവുറ്റ ലക്ഷക്കണക്കിന് ചാരന്മാരെയാണ് ബ്രിട്ടൻ ഏർപ്പാട് ചെയ്തത്. എല്ലാവരും പെട്ടുപോയി. അതിൽ ആരൊക്കെ പെട്ടു? മുസ്ലിം നേതാക്കന്മാർ പെട്ടുപോയി. അറിഞ്ഞു പെട്ടു അറിയാതെ പെട്ടു എന്ന് എനിക്കറിയില്ല, പക്ഷെ പെട്ടു. എന്താ ചെയ്തത്? മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചു. ഒരു കാലത്ത് റഷ്യയുടെയും അമേരിക്കയുടെയും സ്ഥാനത്ത് ഉസ്മാനിയ ഖിലാഫത്ത് തുർക്കിയ തൊടാൻ പറ്റൂല. ലോകത്തെവിടെയെങ്കിലും ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടായാൽ ഓടി വരാൻ മുസ്ലിമീങ്ങൾക്ക് ആസ്ഥാനമുണ്ടായിരുന്നു. ഈ ആസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്. മുസ്ലിമീങ്ങളെ ഖിലാഫത്ത് തകർക്കാൻ, ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കാൻ വേണ്ടി ഏറ്റവും പണിയെടുത്ത ആളാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. അയാളാരാ? വഹാബി. അയാളാരാ? ബ്രിട്ടീഷുകാർ. വഹാബിസത്തെ ഉണ്ടാക്കിയതാരാ? ബ്രിട്ടീഷുകാർ. വഹാബിസത്തിന്റെ 20-ാം നൂറ്റാണ്ടിലെ പ്രചാരകരാരാ? ഒന്നും ജമാലുദ്ദീൻ അഫ്ഗാനി. ആരാണ് ഇയാൾ? ഇയാൾ ബ്രിട്ടീഷുകാരുടെ പ്രതിപുരുഷന മാസൂണിയാണ്. മാസൂണിസം മുസ്ലിമീങ്ങളെ ചതിക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ സംഘടന മാസൂന്യത്തിൽ അംഗമായിരുന്നു. ആര്? ജമാലുദ്ദീൻ അഫ്ഗാനി. പിന്നാരാ? മുഹമ്മദ് അബ്ദ. പിന്നാരാ? തഫ്സീറുൽ മനാറിലെ റഷീദുൽ ദിവാ. തഫ്സീറുൽ മനാറിന്റെ കർത്താവ് സാക്ഷാൽ റഷീദുൽ ദിവായെ പറ്റി സുന്നത്ത് ജമാഅത്തിന്റെ മഹാപണ്ഡിതനായിരുന്ന യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത് ഈ തഫ്സീറുൽ മനാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എഴുതിയതാണ്. അതിനാണ് അൽമനാർ ഉണ്ടായത്. ആ അൽമനാറാണ് നമ്മുടെ നാട്ടിലെ വലിയ ഉൽപ്പതിഷ്ണുക്കളുടെ മാസിക. ആരതിന്റെ പിന്നിൽ? ആരാ? തഫ്സീറുൽ മനാറിന്റെ പിന്നിൽ റഷീദുൽ ദിവായെ ഉണ്ടാക്കിയതാരാ? ബ്രിട്ടീഷുകാർ. സാമ്രാജ്യ മാസൂനിയ. തെറ്റിസം ആൻഡ് ഇലിമിനേറ്റി, ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ലേഖനം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാര്യമായ ഒരു ലക്ഷ്യം ഉസ്മാനിയ ഖിലാഫത്തിനെ നശിപ്പിക്കുകയും വഹാബി രാഷ്ട്രം സൗദി അറേബ്യയിൽ ശക്തിപ്പെടുത്തലും ആയിരുന്നു. കാരണം വഹാബികൾ ശക്തിപ്പെട്ടാൽ ലോകത്തെ തീവ്രവാദം പ്രചരിപ്പിക്കാനുള്ള സകല ഒത്താശയും അവർ നൽകുമെന്ന് ഇലുമിനാത്തി ഉറപ്പിച്ചു. ഒപ്പം മുസ്ലിം നശിപ്പിക്കുകയും ചെയ്യാം തീവ്രവാദം വളർന്നാൽ. ഒപ്പം സൗദിയിലെ എണ്ണ സമ്പത്തിനെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ കമ്പനിയായ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിക്ക് കൈമാറുക. ഈ കമ്പനിയുടെ സ്ഥാപകനായ ജോൺ ഡേവിസൺ റോക്ക്ഫെല്ലർക്ക് ഇയാൾ ഇലുമിനേറ്റിയായിരുന്നു. അങ്ങനെ ലോകത്തെ എണ്ണവിലയുടെ തീരുമാനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുക്കാനും അതുവഴി ലോക ജനതയെ വരുതിയിലാക്കാനും അവർക്ക് സാധിച്ചു.
മാതൃപരമ്പര ജൂത സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ ഈ ലക്ഷ്യം നടപ്പാക്കാനുള്ള എല്ലാ രാഷ്ട്രീയ ഒത്താശയും നൽകി. വിൻസ്റ്റൺ ചർച്ചിൽ ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയ, എന്നാൽ പരമ്പര കൊണ്ട് ജൂതന. രണ്ടും സംഗമിച്ച വിൻസ്റ്റൺ ചർച്ചിലാണ് എന്ത് ചെയ്തത്? ഒന്നാം ലോക മഹായുദ്ധത്തിന് എല്ലാവിധ ഒത്താശം ചെയ്തത്. എന്തിന് ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കണം? ആരൊക്കെ കൂട്ടുപിടിച്ചത്? ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി. ജമാലുദ്ദീൻ അഫ്ഗാനിയെ പറ്റി പഠിച്ചാൽ കള്ള് വരെ പിടിച്ചിരുന്നു. ഇത് ഹംഫറുടെ പുസ്തകമാണ്. ഹംഫർ ആരാ? ഹംഫർ ബ്രിട്ടീഷ് സ്പൈ ആയിരുന്നു, ബ്രിട്ടീഷ് ചാരൻ. ഇത് ബ്രിട്ടീഷ് ചാരന്മാരുടെ വീര്യത്തിന് വേണ്ടി ഹംഫറുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം എഴുതി വെച്ചതായിരുന്നു. ഇത് ബ്രിട്ടീഷുകാർ പ്രസിദ്ധീകരിച്ചല്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിക്കാരായ പട്ടാളക്കാർക്ക് ഈ ഗ്രന്ഥം ബ്രിട്ടനിൽ നിന്ന് ലഭിക്കുകയും അവർ പരസ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് ചാരന്മാരുടെ ഒരു സ്വഭാവം ഇതിൽ നിന്ന് പുറത്തിയാടി. AD 1270 ബ്രിട്ടീഷ് അധിനിവേശ സർക്കാർ ഈജിപ്ത്, ഇറാഖ്, ഹിജാസ്, ഉസ്മാനിയ ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ഇസ്താൻബുൾ എന്നീ ഭാഗങ്ങളിലേക്ക് ആ രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി രഹസ്യാന്വേഷണ ചാരനായി നിയമിച്ചു. മാസങ്ങളോളമുള്ള സാഹസിക യാത്രയ്ക്ക് ശേഷം ഞാൻ ഉസ്മാനിയ ആസ്ഥാനത്ത് എത്തിച്ചേർന്നു. കപ്പൽ ഇറങ്ങുന്നതിന് മുമ്പ് എന്റെ പേര് മുഹമ്മദ് എന്നാക്കി മാറ്റിയിരുന്നു. യാത്രാ രേഖകളെല്ലാം മുഹമ്മദ് എന്ന പേരിലാണ് ലണ്ടൻ തന്നെ ശരിപ്പെടുത്തി കൊടുത്തത്. ഇസ്താൻബുളിലെ 2 വർഷത്തെ ജീവിതത്തിനിടയിൽ ഉസ്മാനിയ ഭരണകൂടത്തിന്റെ അവസ്ഥയെക്കുറിച്ചും എന്റെ പ്രവർത്തന പുരോഗതിയെക്കുറിച്ചും മാസം പ്രതി ഒരു റിപ്പോർട്ട് ഞാൻ ലണ്ടനിലേക്ക് അയക്കുമായിരുന്നു. ഒരു റിപ്പോർട്ടിൽ അയാള് ഇസ്താൻബുളിലെ ഒരു കടയിൽ ജോലി ചെയ്തിരുന്നു. ആ കടക്കാരൻ കുറച്ച് മോശപ്പെട്ട ആളായിരുന്നു. അതിനെപ്പറ്റിയ റിപ്പോർട്ട് കൊടുത്തു ഞാൻ ലണ്ടനിലേക്ക്. നമ്മുടെ ചാരപ്പണിയൊക്കെ നടക്കണമെങ്കിൽ ഈ കടയിൽ ജോലി ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. ഈ കടക്കാരനായ മുസ്ലിം പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവർത്തനത്തിന് എന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഞാൻ ലണ്ടനിലേക്ക് റിപ്പോർട്ട് അയച്ചു. ഒരു റിപ്പോർട്ടിൽ എന്റെ കടയുടമ ഖാലിദിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ട പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു. അതിന്റെ മറുപടിയായി ലണ്ടനിലെ ഓഫീസർ എനിക്ക് എഴുതി, നിനക്ക് അനുഭവപ്പെട്ട പ്രകൃതി വിരുദ്ധ പ്രവർത്തനം പ്രമുഖരുമായുള്ള രഹസ്യ അടുപ്പം മുഖേന ഒരു പക്ഷെ നമ്മുടെ ലക്ഷ്യ സാഫല്യത്തിന്റെ വഴി എളുപ്പമാക്കിയേക്കും. അതിനാൽ ഈ ബന്ധം നീ അവസാനിപ്പിക്കരുത്. ഈ യാത്രയിൽ അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കണ്ടുമുട്ടിയെ പറയുന്നുണ്ട്. ബസറയിൽ വെച്ച് ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കണ്ടുമുട്ടി. ഇബ്നു അബ്ദുൽ വഹാബുമായുള്ള തുടരെയുള്ള കൂടിക്കാഴ്ച എന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്താക്കി മാറ്റി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ഈ വിമത പണ്ഡിതനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ടായി. അതിന്റെ ശ്രമങ്ങൾ ഞാൻ താമസം വിന ആരംഭിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഉയർന്നു പഠിക്കാനുള്ള, പറക്കാനുള്ള മോഹം, സ്ഥാനക്കൊടി, അഹങ്കാരം, ഇസ്ലാമിക യാഥാസ്ഥിക പണ്ഡിതരോടുള്ള ശത്രുത, ഖുലഫാഉർ റാഷിദീങ്ങളെ പോലും അദ്ദേഹം വിമർശിച്ചിരുന്നു. പൂർവ്വകാല ഇമാമിങ്ങളെ ധിക്കരിച്ച് നടത്തുന്ന ഗവേഷണം ഇത്യാദി സംഭവങ്ങളെല്ലാം എനിക്ക് വളരെ പ്രതീക്ഷ നൽകി. എന്റെ ഉദ്ദേശ സാഫല്യത്തിന് ഇങ്ങനെ ഒരാളെ തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത്. അയാളുടെ ദൗർബല്യങ്ങളെ ആയുധമാക്കി മുതലെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പായിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തിരിച്ചത് ഹംഫറാണ്. ഹംഫറിന്റെ ആത്മകഥ. മുഹമ്മദ് അബ്ദുൽ വഹാബിനുള്ള സുഹൃബന്ധം വളരെ ആഴത്തിലാക്കാൻ ഞാൻ കിണഞ്ഞു ശ്രമിച്ചു. എന്റെ സ്നേഹപ്രകടനം കാരണം അദ്ദേഹം എന്നെയും അഗാധമായി സ്നേഹിച്ചു. വിട്ടുപിരിയാൻ പ്രയാസമുള്ള വിധത്തിൽ ഞങ്ങളുടെ സൗഹൃദം ശക്തിപ്പെട്ടു. താങ്കൾക്ക് ഒരു ശോഭനമായ ഭാവിയുണ്ട്. താങ്കളെ അള്ളാഹു ഹസ്രത്ത് അലിയേക്കാളും ഉമറിനേക്കാളും ഉന്നതനാക്കുമെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ചെവിയിൽ എപ്പോഴും മന്ത്രിക്കുമായിരുന്നു. പ്രശംസ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഞാൻ പലതും പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരുന്നു. താങ്കൾ എങ്ങാനും റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ താങ്കളെ പിൻഗാമിയാക്കാൻ തക്ക യോഗ്യത റസൂൽ താങ്കളിൽ കണ്ടെത്തുമായിരുന്നു എന്നിങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പരിപൂർണ പ്രതീക്ഷാസ്വരത്തിൽ പറയുമായിരുന്നു. ഒരു ഇസ്ലാമിക വിപ്ലവത്തിന് തുടക്കം താങ്കളുടെ കാരണത്താൽ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിനെ ഈ പതനത്തിൽ നിന്നും രക്ഷിക്കാൻ താങ്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഈ കാര്യത്തിൽ ലോക മുസ്ലിമുകളെ മുഴുവൻ പിന്തുണയും താങ്കൾക്ക് ലഭിക്കും. എന്റെ ഉപദേശങ്ങൾ ഫലിക്കുക തന്നെ ചെയ്തു. ഇസ്ലാമിക ചിന്തയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകി അവതരിപ്പിക്കുന്നതിൽ ഇബ്നു അബ്ദുൽ വഹാബ് ഉത്സാഹം കാണിച്ചു. ഞാൻ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ പങ്കാളിയായി പ്രവർത്തിക്കുകയും ചെയ്തു. സമ്പത്ത് മുഴുവൻ കൊടുത്ത ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ വഹാബിസ് ഉണ്ടാക്കിയത് ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കാനാണ്. പതുക്കെ അസാർത്ഥമതിയായ വ്യക്തിയെ എന്റെ ലക്ഷ്യവലയത്തിൽ തളച്ചിടാൻ സാധിച്ചു. ശക്തമായ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അടിമയിലിറക്കാൻ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരു ശക്തി ഉയർത്തെഴുന്നേൽക്കണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അത് സാധിച്ചെടുക്കാൻ മുഹമ്മദ് അബ്ദുൽ വഹാബിലൂടെ ഞാൻ പരിശ്രമിച്ചു. പിൽക്കാലത്ത് പൂവണിഞ്ഞു എന്നത് ചാരിതാർത്ഥജനകമാണ്. ഒരുപാട് അദ്ദേഹത്തിന്റെ രഹസ്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ രഹസ്യം അതിൽ പറയുന്നില്ല. അതൊക്കെ പറയേണ്ടി വന്നാൽ പിന്നീട് പറയും. പുനരാലോചനയുടെ സമയമാണ്. സലഫി ചെറുപ്പക്കാർ പുനരാലോചന നടത്തണം. ഇന്ന് സ്വതന്ത്രമായ വിജ്ഞാനത്തിന്റെ കാലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയേണ്ടത് മുസ്ലിം സമുദായത്തെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ ഒരു സമൂഹത്തിൽ നിങ്ങളെ നേതാക്കൾ പെട്ടുപോയതാണ്. ഇനി ഇവിടെ ഒരാളെ പ്രതീക്ഷയുള്ളൂ. ആ ആൾ ഇവിടെ വരും. എവിടുന്ന് വരും?
ആ പ്രതീക്ഷയുള്ള ആള് ഖുറാസാനിൽ നിന്ന് വരുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഖുറാസാനിൽ നിന്ന് റായാത്ത് സൂദ് കറുത്ത കൊടികൾ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ ഉടനെ നിങ്ങൾ മുട്ടിട്ട് എഴഞ്ഞിട്ടാണെങ്കിലും ഖുറാസാനിൽ എത്തണമെന്ന് പുണ്യ റസൂലുള്ളാഹ്. എന്ത് ആള് വരാനുമായിട്ടുണ്ട്. എന്താ ഇപ്പോൾ കുട്ടികളെ കൊല്ലുന്നത്? അവർക്കറിയാം ആള് വരാനായിട്ടുണ്ട്. അപ്പൊ ഇന്ന് പലസ്തീനിലും ഇറാഖിലും സിറിയയിലുമുള്ള മക്കള് ആ ആളെ പട്ടാളത്തിൽ ചേരും. അതുകൊണ്ട് എണ്ണം കുറക്കുക, അതവരുടെ ലക്ഷ്യം. ഖിയാമത്ത് നാളിന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും മഹ്ദി ഇമാമിനെ പറഞ്ഞേക്കുമെന്ന് പുണ്യ റസൂലുള്ളാഹ്. എവിടുന്നാ വരിക? ഹബീബായ നബി പറഞ്ഞു ഖുറാസാൻ എന്ന് വരും. എന്താ ഖുറാസാന്റെ പ്രത്യേകത? ഖുറാസാനില് ലോകം മുഴുവനും പുരോഗമിച്ചിട്ടും പുരോഗമിക്കാത്ത നാട്ട് ഖുറാസാനാണ്. അവരെല്ലാം മദ്ഹബുകാരാ, ഭൂരിഭാഗവും ഹനഫി, കുറച്ച് ശാഫിഈ. അതിന്റെ പരിസരത്ത് നിന്നാണ് ആര് വന്നത്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ഖുറാസാനിൽ വന്നതാ. ഖുറാസാനിലെ സഞ്ചറിൽ നിന്നാണ് വന്നത്. അവരിവിടെ വന്നപ്പോ 90 ലക്ഷം ആൾ മുസ്ലിമായി. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹ് പറഞ്ഞത് മദീനക്കാരനായ ഇമാം മഹ്ദിയുടെ അനുയായികൾ ഇനി ഉണ്ടാവുക അഫ്ഗാനികളും ഈ ഖുറാസാനികളുമായിരിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങൾ. അവരെ തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഭക്ഷണത്തിൽ ചതി, ജൂതന്മാരെ ഭക്ഷണത്തിൽ ചതിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ചതിച്ചില്ലേ? ചതിച്ചല്ലോ. ഇപ്പോൾ ഇസ്രായേലികൾ വളർത്തിക്കൊണ്ടിരുന്ന ഒരു പശുണ്ട്. 2 ജീവികളുടെ DNA-യിൽ നിന്ന് മൂന്നാമത്തെ ജീവിയെ ഉണ്ടാക്കുക. ഒന്ന് പന്നിയുടെ DNA, ഒന്ന് പശുവിന്റെ DNA. എന്നിട്ട് പുതിയ ഒരു സങ്കര ഇനം പശു. ഈ പശു 3 ജീവിക്കുള്ളൂ. പക്ഷേ പശുവിന്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഒരൊറ്റ കറക്കലിന് 70 ലിറ്റർ പാൽ കിട്ടും. അസലെന്താ? പന്നി. ഈ സാധനമാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ നീടുമായി വരുന്നത്. ഭക്ഷണത്തിൽ ചതിക്കുന്ന പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും ഇസ്രായേലിന്റെ ചതിയുണ്ട്. ഭക്ഷണത്തിൽ ചതി, ഏതിലും ചതി. പെപ്സി, കൊക്കക്കോള, ഇതിന്റെ കണ്ടന്റ് പുറത്തറിയില്ല. എന്തേ പറയാത്തത്? അറിയൂല. എന്തുകൊണ്ട്? അമേരിക്കയിലെ പെപ്സിയുടെ കണ്ടന്റ് ആവൂല, സൗദിയിലെ കണ്ടന്റ് വ്യത്യാസം ഉണ്ടാവും. സൗദിയിലെ കണ്ടന്റ് ഉള്ള പെപ്സി കുടിച്ചാൽ ശണ്ഡീകരണം ഉണ്ടാവും. ഇന്ന് 40% അറബികൾക്ക് കുട്ടികളില്ല. എന്തേ? പെപ്സി കുടിക്കും. പെപ്സിയിലെ കണ്ടന്റ് ശണ്ഡീകരണം, മുസ്ലിമീങ്ങളെ എണ്ണം കുറക്കുക. അവരുടെ ഏറ്റവും വലിയ നേരത്തുള്ള അജണ്ടയാ. പെപ്സി ചതിച്ചു, കൊക്കക്കോള ചതിച്ചു, ഒക്കെ ചതിയ. ഇതെല്ലാം ദജ്ജാലിന്റെയും ഇബ്ലീസിന്റെയും കളിയാൽ അവരുടെ അനുയായികളാണ് ഈ പറഞ്ഞ വിഭാഗം. അവരെല്ലാ നിലയിലും ചതിക്കും. വിദ്യാഭ്യാസത്തിൽ, ഭക്ഷണത്തിൽ, പെരുമാറ്റത്തിൽ, രീതിയിൽ എല്ലാം. മുഅ്മിനീങ്ങളെ, നീട്ടി പറഞ്ഞ ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിയില്ല. അത്രയും വലിയ വിഷയമാണ്. ഈ ചതിയിൽ രക്ഷപ്പെടണമെങ്കിൽ അള്ളാന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്കേ കഴിയുള്ളൂ. അത് മുത്തഖീങ്ങളായ ആരിഫീങ്ങളാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെ എത്ര അപരിഷ്കൃതർ എന്ന് പറഞ്ഞാലും അവരെ കൂടെ കൂടിയാലല്ലാതെ രക്ഷപ്പെടില്ല. അവർ ഇരുന്ന ഇരിപ്പിൽ 7 ആകാശം കാണും. ഇത് എന്തൊക്കെ ശൈത്താന്റെ തിരിമറി ഉണ്ടെന്ന് കാണും. അവർക്ക് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാര്യങ്ങൾ കാണാൻ കഴിയും. അങ്ങനത്തെ മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അതില്ലാതെ ഇരിക്കൂല. ഖിയാമത്ത് നാൾ വരെ ആ സംഘം ഉണ്ടാവുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സലഫിസത്തിൽ പെട്ടുപോയ ചെറുപ്പക്കാർ ഒരു പുനർവിചിന്തനം നടത്താൻ വേണ്ടി അതിന്റെ മറ്റൊരു ഭാഗം, അതിലേക്ക് രാഷ്ട്രീയ താല്പര്യം കൂടി കൂടിയാൽ അതാണ് ജമാഅത്തെ ഇസ്ലാമി. അവരൊക്കെ മഗ്റൂറിയങ്ങളാണ്, ചതിയിൽ പെട്ടുപോയി. ഇതിന്റെയൊക്കെ അടിസ്ഥാന ഫാസിഖീങ്ങളാണ്. അല്ലെങ്കിൽ ഫാസിഖീങ്ങളാൽ വഞ്ചിതരായി പോയ അതുപോലത്തെ ആളുകളാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ കാണുമ്പോഴത്തേന് അള്ളാഹ് ഓർമ്മ വരും. അതാണ് ആര്? അള്ളാഹുന്റെ ആരിഫീങ്ങൾ. മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹു അൻഹു കണ്ട അള്ളാഹ് ഓർമ്മ. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ തങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ എത്ര മുസ്ലിമായി എന്ന് പറഞ്ഞത്? 90 ലക്ഷം മുസ്ലിമായി. ഇന്ത്യ അവരെ കണ്ട നന്നാവും. അതാണ് അള്ളാഹുന്റെ ആരിഫീങ്ങൾ. അവർക്ക് 4 കണ്ണുണ്ടാവും, 2 കണ്ണ് വടി ഉണ്ടാവും, 2 കണ്ണ് വടി ഉണ്ടാവും. ഹംഫർ വന്നപ്പോഴത്തിന് ഇവൻ ശൈത്താനാണ് എന്തേ മുഹമ്മദ് അബ്ദുൽ വഹാബിനും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ കണ്ണ് ഇല്ല. ഇന്നലിൽ മുഅ്മിനി 4 അയ്യുനിൽ, മുഅ്മിനായ മനുഷ്യനെ 4 കണ്ണുണ്ട്. ഐനാനി ഫീ വജ്ഹിഹി വഐനാനി ഫീ. അതുകൊണ്ട് ഒരു പരിഷ്കൃത വസ്തുക്കളും ഉപയോഗിക്കാത്ത ജനതയാണ് ആര്?
അഫ്ഗാനികള് അവരെ കൂട്ടത്തിലേക്കാണ് ആര് ചേരുക? മഹ്ദി ഇമാം. അസ്ൽ മദീനക്കാരനാണെങ്കിലും അവർ കരുത്ത് നേടുക അഫ്ഗാനിൽ നിന്നായിരിക്കും. പിന്നെ അവർ യൂറോപ്പിലേക്ക് പോകും. യൂറോപ്പിലെ ക്രിസ്തു മതത്തെ നശിപ്പിച്ച രാജാവാണ് കോൺസ്റ്റാന്റിയ ചക്രവർത്തി. അയാളുടെ ഓർമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയ പട്ടണമാണ് കസ്തന്തീൻ. അതാണ് ആദ്യം പിടിച്ചടക്കുക. കാരണം ക്രിസ്തു മതത്തിന്റെ തകർച്ചക്കെതിരെയാണ് ആദ്യമായി വാളോങ്ങ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു. ഇതൊക്കെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹു വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅനാ അഅദാഅക അഅദാഅ